ഇന്ന് നന്നായി കിടന്ന് ഉറങ്ങും. ആണോ? ആ, ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ കരഞ്ഞോന്ന് പോലും ഞാൻ ഓർക്കത്തില്ല, ഉറങ്ങും. പെട്ടെന്ന് ഉറങ്ങാൻ പെട്ടെന്ന് പറ്റും. ഉറക്കം കരഞ്ഞ് 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 ഉറങ്ങിപ്പോവും. ഉറങ്ങി ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എണീക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിലാണ് കരഞ്ഞതല്ലേ, പോയി വെറുതെ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആവും. പ്രശ്നം. അപ്പൊ അതോടെ എല്ലാം. പിന്നെ അമ്പലത്തിൽ പോവും. വിഷമം വരുമ്പോ വിഷമം വരുമ്പോഴല്ല, ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അമ്പലം, പള്ളി, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് എല്ലായിടത്തും ഇങ്ങനെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് അമ്പലം കണ്ടാലും നല്ല ശുദ്ധിയോടുകൂടിയാണെങ്കിൽ ഞാൻ പോയി തൊഴും. പള്ളിയാണെങ്കിലും ഞാൻ പോയി ഇറങ്ങി തൊഴും. എനിക്ക് എന്ത് ഭയങ്കര ഇഷ്ടമാണ്, അഡിക്റ്റാണ്. എന്നെ എത്ര പേര് വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, ഇങ്ങനെ ഈശ്വരവിശ്വാസം പാടില്ല, നല്ലതല്ല എന്ന് പറയുന്നവര് പറയട്ടെ, പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അന്ധവിശ്വാസം ഉണ്ടോ? ഇല്ല. അന്ധവിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ധവിശ്വാസമല്ല ചേച്ചി. ഇപ്പം എൻ്റെ കാര്യങ്ങള് അതേപടി ഓരോ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പറയുന്നത് കറക്റ്റുകളാണ്. പുള്ളിക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ലല്ലോ. പുള്ളിക്ക് എങ്ങനെ അറിയാം എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റുന്നു, എൻ്റെ ലൈഫിൽ നടക്കുന്ന എൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളും പാസ്റ്റ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എങ്ങനെ അറിയാം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത, ഈ ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധവും, ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പോലും അറിയാത്ത ആളായിരിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ അല്ലേ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഇതിൽ ഇങ്ങനെ നടന്നിട്ടില്ലേ, ഈ കുട്ടി ഇങ്ങനെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അന്ന് കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ എന്താ പോവണ്ടെന്ന് പറയും, പക്ഷെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര വിശ്വാസമാണ്. ഇഷ്ടദൈവം ആരാ? എനിക്ക് പത്മനാഭസ്വാമി ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്. എന്നാലും ഞാൻ ട്രിവാൻഡ്രത്ത് എപ്പോഴും പോയി തൊഴുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം, ശിവന്റെ ക്ഷേത്രം, അങ്ങനെ ആറ്റൂരം, അങ്ങനെ ഗണപതി, എല്ലാ ദൈവങ്ങളടുത്തും പോകും. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുമ്പോ ഒരു സന്തോഷം, സമാധാനം, അത്ര. പള്ളിയിലും പോവും. ഇഷ്ടമാണ്, എല്ലായിടത്തും പോയി ഇഷ്ടമാണ്. മുസ്ലിം പള്ളി കേട്ടത്തില്ല, വേറെ അല്ലെങ്കിൽ അവിടെ കൂടെ പോയേനെ. ഇങ്ങനത്തെ ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴൊക്കെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിരസ്കാരങ്ങൾ, നമ്മളെ റിജക്റ്റ് ചെയ്യുക, പിന്നെ ഇല്ല, ഇതൊക്കെ എന്നെ പറ്റി അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നതാണ് ഇത്. ഇതൊക്കെ ഇവിടെ ഞാൻ പിന്നെ എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇത്രയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സിറ്റുവേഷൻ? ഞാൻ ചേച്ചി ഇപ്പൊ കുറച്ചെങ്കിലും ബോൾഡ് ആയത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ തമാർപ്പഴ എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നതിന് ശേഷം. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ട് കരയുന്ന ആളൊക്കെ തന്നെയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ആരാണെന്നൊന്നും ഞാൻ പറയില്ല, ഒരാള് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ 11 വർഷമേ വന്നിട്ടുള്ളൂ. 1-2 പേര് മാത്രം മോശമായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. അത് കൊടുക്കേണ്ട രീതിയിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഒരാൾ എന്നെ കഥ എഴുതാൻ വിളിച്ചു, കൂടെ ഇരുന്ന് കഥ എഴുതുമെന്ന്. ഭയങ്കര വലിയ കാര്യമില്ല ഒരാൾക്ക് കഥ എഴുതുമ്പോൾ കൂടെ ഇരിക്കുക എന്നുള്ളത്. ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ശരി സാർ, ഞാൻ വരാം. പക്ഷെ പുള്ളി വേറെ രീതിക്കാണ് ചിന്തിക്കുന്നത്, മനസ്സിലായി? അപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് അച്ഛനമ്മയുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് അതാണ് ഉദ്ദേശം, നിനക്ക് അറിയാത്തതുകൊണ്ടാന്ന് പറഞ്ഞ് വിളിച്ച് വഴക്ക് കൊടുത്തു. പിന്നെ അറിയുന്നത് ആ പുള്ളി ആ ഒരു ചാനലിൻ്റെ ഹെഡായി മാറിയെന്ന്. പിന്നെ ആ ചാനലിൽ വരുന്ന സീരിയലെല്ലാം പുള്ളി എന്നെ അങ്ങ് റിജക്റ്റ് ചെയ്ത് വിടുക ചേച്ചി. പിന്നെയാണ് അറിയുന്നത് വിളിക്കുന്ന ആ കൺട്രോളർ പറയുന്നത്, സ്നേഹം കൊണ്ട് പറയുന്നത്, പിന്നെ പറയുന്നത് ഇന്ന ആളാണ് പറഞ്ഞവനെ മാറ്റിച്ചെന്ന്. ഞാനുണ്ടല്ലോ, ഞാൻ ഈ സീരിയലിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നായകൻ്റെ അനിയത്തിയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കുറേ കോസ്റ്റ്യൂമൊക്കെ എടുത്ത്, ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച്, തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം വെച്ചിട്ട് പൊട്ടിക്കെട്ടി എല്ലാം റെഡി ആയിട്ട് വയ്ക്കുമ്പോഴാണ് പറയണത് വിളിക്കുന്നില്ല ഷൂട്ടിന് വേണ്ടി. അപ്പോഴാണ് പറയുന്നത് അത് ചാനലിൽ നിന്ന് പറഞ്ഞു അനുവിന് ഹൈറ്റ് കുറവാണ്. ഹൈറ്റിൻ്റെ പ്രശ്നത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റ് കുറവാണ്, അനുവിനെ റിജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഈ ഒരു വ്യക്തി കാരണം എൻ്റെ കുറേ വേഷങ്ങൾ പോയി. സാരമില്ല, അതിനെ കഴിഞ്ഞ് നന്നായിട്ട് വേഷങ്ങൾ ചെയ്തു. അങ്ങനെ ആ വ്യക്തി ഇടയ്ക്ക് ഞാൻ കണ്ടു, എന്നിട്ട് മിണ്ടിയില്ല. ഞാൻ ചിരിച്ച് സാറിന്ന് ഞാൻ വേറെ ഉദ്ദേശത്തിലൊന്നുമില്ല. ഞാൻ അന്ന് ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടിട്ട് സാർ മിണ്ടിയിട്ടില്ല ചേച്ചി, ഇങ്ങനെ പോകുന്നു. അപ്പൊ നിനക്ക് എങ്ങനെയാ അനുവിന് അദ്ദേഹത്തിന്റെ അടുത്ത് ചിരിക്കാൻ തോന്നുന്നത്? ചേച്ചി നമ്മള് എന്തിനാ ചേച്ചി അത് നമ്മളത് കളഞ്ഞില്ല. ചിലപ്പോൾ അയാളുടെ ആ ഒരു സമയത്ത് തോന്നിയതായിരിക്കാം. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മൾ മനസ്സിലാ ദേഷ്യം വെക്കണോ? നമ്മളെന്തിനാ അതവിടെ കാണിക്കുന്നത്? ഒന്നല്ലെങ്കിൽ നമുക്ക് കുറച്ച് സീനൊക്കെ എഴുതി തന്നൊരു മനുഷ്യനല്ലേ, കുറേ എപ്പിസോഡ് അദ്ദേഹം കാരണം നമ്മൾ ചോറുണ്ടില്ലേ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ എന്താ ദേഷ്യം കാണിക്കുന്നത്? അതുകൊണ്ട് ഇത്രയും വർഷമായില്ലേ, അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പം പുള്ളിക്കാരൻ എന്നെ മൈൻഡ് ചെയ്യാണ്ട് എനിക്കത് വിഷമമായി.
വിഷമായി. ഞാൻ പറയുകയും ചെയ്തു, ഇതെന്തിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തത്. ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ അയാൾ എന്താ, ഞാൻ ഇപ്പോഴും അതിനുശേഷം പിന്നെ ചിന്തിച്ചില്ല എന്തുകൊണ്ട് പുള്ളി എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിൽ കിടക്കണല്ലോ സന്തോഷമുള്ളത്, അതോടും അങ്ങ് പോയി. അപ്പൊ ഇനിയും പുള്ളിനെ കണ്ടാനും മിണ്ടാൻ പോവോ? ചിരിക്കും. നമ്മളെന്തിനാ ചിരിക്കാതിരിക്കണം? ചിരിക്കും. സർ ഇങ്ങനെ ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. വേണമെങ്കിൽ കാണിക്കട്ടെ, നമ്മുടെ ഭാഗം നോക്കി നിന്ന പോരെ. അത്രയൊക്കെ. ഇനി അനുവിന്റെ ഇപ്പത്തെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒരൊറ്റ സ്വപ്നമുണ്ട്, സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നല്ല സിനിമ ചെയ്യണം, നല്ല ക്യാരക്ടർ ചെയ്യണം, നല്ലൊരു നടൻ്റെ കൂടെ അഭിനയിക്കണം. ചെറിയ ക്യാരക്ടറാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു ആ ക്യാരക്ടർ നല്ലതായിരിക്കണം. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഒറ്റ സീനാണെങ്കിലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റണം. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടിരുത്തിയിട്ട് തിയേറ്ററിലിരുന്ന് അവരെ കൂടെ ഇരുന്ന് ആ സിനിമ കാണണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പൊ അനു പറഞ്ഞു പൊക്കമില്ലാതെ അനുവിന് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെയൊക്കെ അറിയാം പൊക്കമില്ലെങ്കിലും ക്യാമറ ടെക്നിക്സ് വെച്ചിട്ടൊക്കെ ഓരോ ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നല്ല ഹീൽസ് ഇടുക, ചിലരൊക്കെ ചില സീൻസിലൊക്കെ എനിക്കറിയാം പൊക്കമില്ലെങ്കിൽ പോലും സ്റ്റൂൾ ഇട്ടിട്ടാണ് ചില സീനിലൊക്കെ ചെയ്യുന്നത്. ഹൈറ്റ് ഉള്ള ഹീറോ ഉണ്ടാവും. അപ്പൊ ചിലപ്പം അവിടെയൊക്കെ എത്രയോ നേരമുണ്ട് നമ്മുടെ ഈ നായകന്മാർക്ക് പൊക്കം കുറവാണെങ്കിൽ ഇങ്ങനെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ചില സീൻസ് ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹൈറ്റിന്റെ പ്രശ്നത്തിലല്ല കാര്യം, നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാന്നുള്ളതാണ് കാര്യം. പണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഹൈറ്റിന്റെ പ്രശ്നത്തില് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ പണ്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഹൈറ്റ് കുറവാണ്, അതാണ്, കുള്ളത്തിയാണ്, ഗുണ്ടാണ്, അതാണ്. അപ്പോഴേ ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും പോയിന്റ് ഹിൽ, നല്ല ഹിൽ ഇടുന്ന ഒക്കെ ഞാൻ പോയി എല്ലാ കടകളിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെയാണ് ഞാൻ നിന്ന് അഭിനയിച്ചിട്ടുള്ളത്. ഒത്തിരി പേര് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈറ്റിന്റെ പേരിലൊക്കെ പറഞ്ഞ്. ഞാൻ കുറേ കരഞ്ഞിട്ടുമുണ്ട് ആ കാര്യത്തിലൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഹൈറ്റോ കളറോ ഒന്നുമല്ല കാര്യം, നമ്മുടെ പെർഫോമൻസിലാണ് കാര്യം. പക്രു ചേട്ടനോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഹൈറ്റിൽ എന്താണ്? ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ഹൈറ്റിലൊക്കെ എന്തിരിക്കും? നമുക്കൊരു അസുഖം വന്നാൽ തീരാവുന്നേ ഉള്ളൂ, ഈ ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ കളറും സൗന്ദര്യവും എല്ലാം. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാറില്ല. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഹെൽത്ത് നോക്കുന്നുണ്ട്, എൻ്റെ സൗന്ദര്യം സൂക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുപോകുന്നു. അത് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് മാത്രം, പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുപോകുന്നു. അത്ര. എന്തൊക്കെയാ ചെയ്യുന്നത്? നന്നായിട്ട് 2 നേരം കുളിക്കും. കുളിക്കും. 2 നേരം ഒന്നും കുളിക്കത്തില്ല ചേച്ചി, ഉള്ള കാര്യം പറയല്ല. മുടി നമ്മൾ ഡെയിലി കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടി കൊഴിയുമെന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ, എനിക്ക് എന്നും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ആഴ്ചയിൽ 3 ദിവസം ഞാൻ തല കഴുകുള്ളൂ. പിന്നെ ഷൂട്ടിനൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് കഴുകും. കാരണം നമ്മൾ സ്പ്രേയും നമ്മൾ അത്രയ്ക്ക് തലയിൽ കെമിക്കൽ പോകുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാഷ് ചെയ്യും. രാവിലെയും വൈകിട്ടൊന്നും നോക്കാറില്ല. പിന്നെ വീട്ടിൽ നിൽക്കുന്ന, ഒരു ആഴ്ച ഫുള്ളും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം മാത്രമേ ഞാൻ തല കഴുകൂ. നന്നായിട്ട് ഹോട്ട് ഓയിൽ ചെയ്ത് സ്പാ കൊടുത്ത്. അങ്ങനെ സ്പാ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് തല കഴുകത്തില്ല. നല്ല സ്മെല്ലല്ലേ ആ സ്പായുടെ മണം, എന്റെ പൊന്നെ ഭയങ്കര സ്മെല്ല്, നല്ലതാ. എനിക്കങ്ങനെ മുടി ഭയങ്കരമായിട്ട് വളർന്നായിട്ട് തോന്നിയിട്ടുണ്ട്. എന്റെ മുടി ഇട്ടില്ല. ഓ, ഇതാണ് മുടിയുടെ രഹസ്യം. അല്ല, എനിക്ക് ഡെയിലി കുളിച്ചപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുടി എന്നും കൊഴിയും. പ്രത്യേകിച്ച് ഞാൻ ഈ ട്രിവാൻഡ്രത്ത് വഴയില താമസിച്ചപ്പോൾ അവിടെ വെള്ളം ഇച്ചിരി മോശമല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി കിണറ്റിലെ വെള്ളവും പൈപ്പിൽ നിന്ന് പറഞ്ഞ വെള്ളത്തിലും വ്യത്യാസം എന്താണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം തല കഴുകും, ദിവസം 2 നേരം മേല് കഴുകും. അങ്ങനെയൊക്കെ 3 നേരം കിട്ടണമെങ്കിൽ അങ്ങനെ. പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അമ്മ കുടിപ്പിക്കും, അമ്മ ഉണ്ടെങ്കിൽ അമ്മ കുടിപ്പിക്കും, ചേച്ചി കുടിപ്പിക്കും. ഇവർ 2 പേരാണ്. എനിക്ക് 2 അമ്മമാരാണ് കേട്ടോ, ചേച്ചിയും. ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരിടത്ത്. അവൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. 2 അമ്മമാരാണ്, അമ്മയും മാളും എന്ന് പറയുമ്പോൾ എന്നെക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. അവൾ എനിക്ക് അമ്മയെ പോലെ. അവള് ശകാരിക്കുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും. സ്നേഹിക്കാൻ അവൾക്ക് അങ്ങനെ അറിയില്ല. സ്നേഹം കാണിക്കുന്നത് എങ്ങനെ അറിയാമോ? അത് ചെയ്യ്, ഇത് ചെയ്യ്, എടി അങ്ങനെ ചെയ്യ്, ഇത് കഴിക്കുക കൊച്ച്, ഇത് ചെയ്യ്, അങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞുതരും. മനസ്സിലായില്ല? അങ്ങനെ. അല്ലാതെ മക്കളെ മോളെ ഒന്നും എന്നെ വിളിക്കാറില്ല, ഉമ്മ പോലും തരാറില്ല എൻ്റെ ചേച്ചി എനിക്ക്. ഇതുവരെ എനിക്കൊരു ഉമ്മ വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയാം അവൾക്ക് എൻ്റെ ജീവനാണെന്ന്. എനിക്ക് എൻ്റെ പ്രാണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കൂ.
അല്ല ശരിക്കും അമ്മ, ചേച്ചി, അച്ഛൻ, ആ, ചേച്ചിയുടെ ഹസ്ബൻഡ്, എനിക്ക് ഞാൻ പറഞ്ഞ ചേട്ടന്മാരില്ലാന്ന്. ചേട്ടൻ എനിക്ക് സ്വന്തം ചേട്ടനാ. ഇതുപോലൊരു ചേട്ടനെ ഒരിക്കലും ആർക്കും കിട്ടത്തില്ല. അത്ര നല്ല ചേട്ടനാണ് എൻ്റെ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നെ ഷൂട്ടിനും ഇനാഗുറേഷനും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. പുള്ളിയുടെ ജോലി പോലും കളഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. പാവമാണ്, ഭയങ്കര പാവമാണ്, നല്ല മനുഷ്യന്. പിന്നെ ദേവൻ, ചേച്ചിയുടെ മോൻ, ഇവരാണ് എൻ്റെ ലോകം. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ അനുക്കുട്ടി. ഇല്ല ഇല്ല ഇല്ല, ഇതിപ്പോ ശരിയാവും, ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും. അനുക്കുട്ടി, Okay ആയി, ഞാൻ കുറെ okay ആയി. കരയുകയാണ്. Okay ആയി. ഞാൻ ഇങ്ങനെയാണ്. എന്തൊരു നല്ല കുട്ടിയത്, Okay, ഞാൻ okay എന്തൊരു നല്ല മനസ്സാത്. okay ആയി. അനുവിന് വേണ്ടിട്ട് ഞാൻ പറയാം. അനുവിന്റെ ചേച്ചി അനുവിനെ ഇനി കാണുമ്പോ ഇതുപോലെ കെട്ടിപ്പിടിച്ച, ഞാൻ എവിടെ ഉമ്മ വേണ്ടേ, ഇവിടെ ഞാൻ എന്റെ ലിപ്സ്റ്റിക് വെച്ച് തരട്ടെ. കുഴപ്പമില്ല. ലിപ്സ്റ്റിക് ആവോ? ഒരുപാട് ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നോട്ടെ. ഇതുപോലെ ചേച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും കേട്ടോ, തരും. അപ്പൊ എനിക്ക് താങ്ക്സ് തരണം. എനിക്ക് അപ്പൊ കാണുമ്പോ എനിക്ക് ഞാൻ 2 ഉമ്മ ഞാൻ തരണം. വിളിച്ചു പറയാം. വിളിച്ചു പറഞ്ഞാ പോരെ, എനിക്കപ്പൊ 2 ഉമ്മ തരണം. തരാം. ചേച്ചി തന്ന ഉമ്മ എനിക്ക് പറഞ്ഞ, എനിക്ക് അത് വേണം കേട്ടോ. എന്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുട്ടിയാ. ഇതിനെ ആർക്കാ ഇഷ്ടമല്ലാതെ വരണേ? ഇതിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാൻ ആർക്കും തോന്നില്ലേ? എന്റെ കൂടെ വരുന്നോ? എന്റെ കൂടെ എന്റെ വീട്ടിൽ കൊണ്ടുപോവായിരുന്നു ഞാൻ. ഇതിനെ ഇപ്പൊ എങ്ങനെ ആര്യ ആയിക്കോട്ടെ, പിന്നെ മുമ്പ് പറഞ്ഞ ആതിര. അയ്യോ, എന്റെ ലിപ്സ്റ്റിക് ഉണ്ടോ? കുഴപ്പമില്ല കുഴപ്പമില്ല. ബ്ലഷ് ആയിട്ട് അവിടെ കിടന്നോളൂ. ചെന്നിട്ട് കുളിക്കാനുള്ളതാ. അയ്യോടാ. അല്ല, എങ്ങനെ ഇതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? സ്റ്റാർ മാജിക്കിലൊക്കെ ചെയ്യുന്നതും ഇങ്ങനെ ഈ ഓടിച്ചാടി ബഴ പിടിച്ച് പിടിപിടി നടക്കണതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള അനുവാണ് അല്ലേ? ഇങ്ങോടാ. താങ്ക് യു ചേച്ചി. എന്തൊരു സ്വീറ്റാ. അനു ശരിക്കും അനുവിനെ കാണുമ്പോ അനു ഇതൊന്നും ഫേക്ക് അല്ല, അനുവിന്റെ ഒറിജിനൽ ആണ് അനു ചെയ്യുന്നതും. അങ്ങനെ പറയല്ലേ, എന്താ കരച്ചിൽ വരും. പോട്ടെടാ, നീ ഒറിജിനലാ. സംസാരിക്കാം, നമുക്ക് വേറെ സംസാരിക്കാം. അനുവിനെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് വിളിച്ച് ഞാൻ പോവും. ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ പറ്റുമോ അനുവിന്? നമുക്ക് പറ്റാത്ത എന്താ ഉള്ളേ? അങ്ങനെയല്ല, ഇത്രയും തൊട്ടാവാടിയാണ്. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പം നമ്മളായിട്ട് നിക്കുക എന്നുള്ളതാണ് ഏറ്റവും. അഭിനയിച്ച് നിൽക്കുക, എത്ര അഭിനയിച്ച് നിന്നാലും നമ്മൾ തനി സ്വഭാവം അറിയാൻ പറ്റും. അതുകൊണ്ട് അഭിനയിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടും, കരയേണ്ട അടുത്ത് കരയും, നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും, അത്രേ ഉള്ളൂ. ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും, കൊഞ്ചിക്കേണ്ട അടുത്ത് കൊഞ്ചിക്കും, അത്രയൊക്കെ ഉള്ളൂ.